പരിശുദ്ധ അമ്മ താൻ നൽകിയ ഒരു പ്രസിദ്ധമായ ദർശനത്തിൽ ഇപ്രകാരം വെളിപ്പെടുത്തിയതായി പറയപ്പെടുന്നു. പ്രാർത്ഥനയിലൂടെ ഏറ്റവും വലിയ ആനന്ദം നിങ്ങൾ അനുഭവിച്ചറിയും. അതുപോലെ പുറത്തു കടക്കുവാൻ കഴിയാത്ത എല്ലാ സാഹചര്യങ്ങളിലും വഴി തുറന്നു കിട്ടുകയും ചെയ്യും. പുറത്തു കടക്കുവാൻ കഴിയാത്ത വിധം ചില പ്രശ്നങ്ങളിൽ സാധാരണയായി നാം അകപ്പെട്ടു പോകാറുണ്ട്. ഇതിൽ നിന്നും ഒരിക്കലും പുറത്തു കടക്കുവാൻ സാധിക്കുകയില്ല എന്ന് നാം വിചാരിച്ചേക്കാം. ഇതിനിടെയാണ് കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ അമ്മയിലൂടെ ഈശോ വഴിയായി സഹായം തേടേണ്ടതിൻ്റെ പ്രസക്തി. AD 1700 മുതൽ ജർമ്മനിയിലെ പെർലോക്ക് എന്ന സ്ഥലത്തുള്ള ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ആകർഷമായ ഒരു ചിത്രം ആദരവോടെ സൂക്ഷിക്കപ്പെട്ടിരുന്നു. വിശുദ്ധ ഇർനാവൂസിന്റെ ധ്യാനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ആശയത്തിൽ നിന്നാണ് ഈ ചിത്രം രചിക്കാനിടയായതെന്ന് പറയപ്പെടുന്നു. അതായത്, ഹവ്വ തൻ്റെ അനുസരണക്കേടും അഹങ്കാരവും മൂലം മാനവരാശിയുടെ അധപതനത്തിന് കാരണമായ ഒരു കുരുക്ക് തീർത്തുവെങ്കിൽ രണ്ടാം ഹവ്വയായ പരിശുദ്ധ മറിയം തൻ്റെ അനുസരണവും എളിമയും മൂലം ആ കുരുക്ക് അഴിച്ചു കളഞ്ഞു. ഇതേ ആശയത്തിൽ നിന്നാണ് ഈ നൊവേന രൂപമെടുത്തത്. ഈ ചിത്രത്തിൽ പരിശുദ്ധ അമ്മയുടെ ചുറ്റും മാലാഖമാരെ കാണാം. അമ്മയുടെ പാദത്തിൻ കീഴിൽ നമ്മെ കെണിയിലാക്കുന്ന സർപ്പം, അതായത് സാത്താൻ, കിടക്കുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ ഈ കുരുക്കുകളെ, അതായത് പ്രശ്നത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ആ കുരുക്കുകൾ അഴിച്ചു കളയുകയും അതുവഴി ആ കുരുക്ക് സർപ്പത്തിൻ്റെ മേൽ തന്നെ വീഴുകയും ചെയ്യും. ചിത്രത്തിൽ ഒരു മാലാഖ നമ്മുടെ ജീവിതമാകുന്ന കുരുക്കുകൾ നിറഞ്ഞ ഒരു നാട, അതായത് ചരട്, പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുന്നതായും അമ്മ ശാന്തമായി ആ നാടയിലെ കുരുക്കുകൾ അഴിച്ചുമാറ്റി മറ്റൊരു മാലാഖയെ ഏൽപ്പിക്കുന്നതായും കാണാം. കുടുംബജീവിതത്തിലാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ആഴമായ മുറിവുകൾ, നീരസങ്ങൾ, പാപപ്രവൃത്തി ചെയ്യാനുള്ള പ്രവണതകൾ, കുടുംബത്തിൽ സമാധാനമില്ലായ്മ, ലഹരി വസ്തുക്കളോടുള്ള ആകർഷണം, മദ്യപാനം, ഭയം, നിരാശ, ജോലിയില്ലാത്ത അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ കുരുക്കുകൾ അഴിക്കുന്ന അമ്മയിലൂടെ ഈശോ നമുക്ക് നിശ്ചയമായും സഹായകനായി മാറും.